അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലീനിയർ കോമ്പിനേഷൻ എന്താണെന്നും അതുപോലെ തന്നെ കുറച്ച് വെക്ടേഴ്സ് എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്പാൻ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് കുറച്ച് വെക്ടേഴ്സ് V1 എക്സെട്രാ V എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്പാൻ എന്തായിരുന്നു, ഈ വെക്ടേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കളക്ഷൻ, അതാണ് ഇതിൻ്റെ സ്പാൻ എന്ന് പറയുക. ഇതൊരു സബ്സ്പേസ് ആണെന്നും അതുപോലെ തന്നെ ഈ എല്ലാ വെക്ടേഴ്സും ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് ഇതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഓക്കെ, ഇനി ഇതിനൊരു പേരും കൂടിയുണ്ട്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടു. ഏതാണ് ഈ സബ്സ്പേസിന്, അതായത് ഈ വെക്ടേഴ്സ് എല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ സബ്സ്പേസിന് നമ്മൾ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ദീസ് വെക്ടേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഇവിടെ എഴുതാം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് ഈ സബ്സ്പേസിനെ ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ V1 എക്സെട്രാ Vn എന്ന് കൂടി പറയും. ക്ലിയർ ആണല്ലോ? പ്രപ്പോസ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ R2 പരിഗണിച്ചിട്ടുണ്ട്. R2ൽ ഏതൊരു വെക്ടർ XY എടുത്തു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് മനസ്സിലാവും ആ XYനെ 1 0ൻ്റെയും 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമല്ലോ അല്ലേ. ഇവിടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ 1 0ൻ്റെയും 0 1ൻ്റെയും സ്പാനായിട്ട് അപ്പോൾ R2 വരുന്നു, മനസ്സിലായില്ലേ. ഇതിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്പേസ് ആയ R2 കിട്ടും. അല്ലെങ്കിൽ ഈ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം R2 ഈസ് ജനറേറ്റഡ് ബൈ 1 0 and 0 1 എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? സിമിലർലി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ R3 എടുക്കുക. R3ൽ ഏതൊരു വെക്ടർ XY എടുത്തു കഴിഞ്ഞാലും ആ XYZ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ആ വെക്ടറിനെ 1 0 0ൻ്റെയും 0 1 0ൻ്റെയും 0 0 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുന്നു ഇവിടുന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് പറയാം, ഈ 3 വെക്ടേഴ്സും R3നെ സ്പാൻ ചെയ്യുന്നു എന്ന് ഇവിടെയും പറയാം അല്ലേ. അപ്പോൾ R3 ഈസ് ജനറേറ്റഡ് ബൈ ദീസ് 3 വെക്ടേഴ്സ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ജനറൽ ഫോം കൂടി എഴുതാം, എന്നിട്ട് നമുക്കൊരു കാര്യം പറയാനുണ്ട്. ഇതാ ഇതിൻ്റെയൊക്കെ ജനറൽ ഫോം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ R3 ഒക്കെ എടുത്തതിന് പകരം ടേക്ക് എനി ഫീൽഡ് F ആൻഡ് എനി പോസിറ്റീവ് ഇൻറ്റിജർ N, എന്നിട്ട് FN പരിഗണിക്കുക. ഈ വെക്ടർ സ്പേസ് നമുക്ക് പരിചയമുള്ളതല്ലേ. നമുക്ക് കാണാൻ പറ്റും ദിസ് FN ഈസ് സ്പാൻഡ് ബൈ ദീസ് വെക്ടേഴ്സ്. പോസിറ്റീവ് വായിച്ച് മനസ്സിലാക്കട്ടോ. ഇപ്പോൾ ഈ വെക്ടേഴ്സ് എന്ന് പറയുമ്പം നമുക്കറിയാം FN എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരുണ്ടാവുക, N ടപ്പിൾസ് അല്ലേ. അപ്പം ഈ ഇത് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രം 1, ബാക്കിയുള്ളവരൊക്കെ 0 ആയിട്ടുള്ള വെക്ടർ എക്സെട്രാ. അങ്ങനെ അവസാനത്തത് ലാസ്റ്റ് കമ്പോണൻറ്റ് മാത്രം 1, ബാക്കിയുള്ളവരൊക്കെ 0. പോസിറ്റീവ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അങ്ങനെ വരുന്ന ഈ വെക്ടേഴ്സിൻ്റെ സ്പാനായിട്ട് നമ്മുടെ ഫുൾ സ്പേസ് FN വരുന്നു മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമ്പിൾസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇവിടെയൊക്കെ നമ്മുടെ ഫുൾ സ്പേസ് അതിൻ്റെ അകത്തുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ സ്പാൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ R2നെ ഈ 2 വെക്ടേഴ്സിൻ്റെ സ്പാനായിട്ട് എഴുതാൻ പറ്റില്ലേ. അതായത് ഈ 2 വെക്ടേഴ്സ് ജനറേറ്റ്സ് R2, എൻ്റെയർ R2. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, R3ൻ്റെ കേസിൽ ഈ 3 വെക്ടേഴ്സ് എൻ്റെയർ R3നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ സ്പാനായിട്ട് നമ്മുടെ എൻ്റെയർ സ്പേസ് FN എഴുതാൻ പറ്റും. ഇങ്ങനെ ഒരു വെക്ടർ സ്പേസിന് അതിൻ്റെ അകത്തുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സിൻ്റെ സ്പാനായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് ആ വെക്ടർ സ്പേസിന് ഫുള്ളായി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെക്ടർ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതാം. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഡൗട്ട് വരുന്നുണ്ടാവും, ഫൈനൈറ്റ് ഡയമെൻഷണൽ അല്ലാത്ത വെക്ടർ സ്പേസ് ഏതോ ഉണ്ടോ എന്നുള്ളതൊക്കെ. അതൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾ വഴിയേ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡെഫിനിഷൻ ഒന്ന് ഇവിടെ എഴുതട്ടെ. ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു വെക്ടർ സ്പേസ് V എപ്പോഴാണ് ഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറയുക, നമുക്ക് ഒരു ഫൈനൈറ്റ് സെറ്റ് S കിട്ടണം വിച്ച് സ്പാൻസ് V. അപ്പോഴാണ് നമ്മൾ V ഈസ് ഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് പറയാം. ഇനി ഞാൻ ഇതിന് ഒരു എക്സാമ്പിൾ കൂടി തരാം, അത് കഴിഞ്ഞിട്ട് ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലാത്ത വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾ തരാം. ഈ ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലാത്ത വെക്ടർ സ്പേസിനെ നമ്മൾ എന്തേക്ക് വിളിക്കുക, ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്ക് വിളിക്കുക കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ തരാം. ഇതിന് ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ കൂടി. ഇവിടെ ഈ PMR കൊണ്ട് ഉദ്ദേശിച്ചത് MO Mൽ കുറവോ ഡിഗ്രി വരുന്നത്, അതായത് Mൽ കൂടാൻ പറ്റൂല, മാക്സിമം പോയാലും അങ്ങനെ MO Mൽ കുറവോ ഡിഗ്രി വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ. ഇവിടെ ഈ കോഎഫിഷ്യൻസ് A0 എക്സെട്രാ AN ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് PMR എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ്മോസ്റ്റ് M ഡിഗ്രി വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷനാണ് ദിസ് PMR. ഇത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. ദിസ് ഇസ് എ വെക്ടർ സ്പേസ്. ഇനി ഈ വെക്ടർ സ്പേസിനെ ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുമെന്ന് കാണാൻ പറ്റും. അങ്ങനെ സ്വന്തം പോസിറ്റീവ് മനസ്സിലാക്കുക. ഇതിൻ്റെ ഈ 1 എക്സെട്രാ XM ലീനിയർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനല്ല, പോസിറ്റീവ് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. സോ ദിസ് M+1 വെക്ടേഴ്സ് അല്ലേ, ഇവിടെ M+1 വെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ദിസ് M+1 വെക്ടേഴ്സ് ജനറേറ്റ് ദിസ് PMR.
അപ്പോൾ ഈ PMR എന്താണ്, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസാണ്. ഇനി നമുക്ക് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷനും അതിനൊരു എക്സാമ്പിൾ എഴുതിയിട്ട് വീഡിയോ നിർത്താം. ഇതാ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാനില്ല, ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ലാത്ത എല്ലാ വെക്റ്റർ സ്പേസിനും നമ്മൾ എന്ത് പറയും, ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്ന് പറയും. ഇനി അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞത് P(r) ആണ്. P(r) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോളിനോമിയൽസും ഡിഗ്രിക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. നേരത്തെ PMR ഡിഗ്രിക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാ പോളിനോമിയൽസും വരും വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ഇതൊരു വെക്റ്റർ സ്പേസ് ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇത് ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ല, അതായത് ഇതിനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോളിനോമിയൽസ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കാണാൻ പറ്റും. ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്, സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ചോദിച്ച് ക്ലിയർ ആക്കാൻ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ P(r) ഒരിക്കലും ഇതിൻ്റെ അകത്തുള്ള ഫൈനൈറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. അടുത്ത വീഡിയോ കാണാം.